ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇലയിട ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരിപ്പൊടി കുറച്ചിട്ടിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കുക. പിന്നെ ഇനി ഇലയടയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി ആദ്യം തേങ്ങയൊക്കെ ചിരവുക. പിന്നെ ഞാൻ ചേർത്തത് ഏലക്കായും നല്ല ജീരകവും മാത്രമാണ്. പഴം ഉണ്ടെങ്കിൽ പഴം, കുറച്ച് നെയ്യ് അതൊക്കെ ചേർത്താം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ ശർക്കര അരിയാനും ചതയ്ക്കാനൊക്കെ മടിയായതുകൊണ്ട് തന്നെ നേരെ അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിലേക്ക് തേങ്ങയും നല്ല ജീരകം കൊടുത്തിട്ട് നിങ്ങളതിലുള്ള ഏലക്കായ കണ്ടപ്പോൾ മനസ്സിലാവും. ഏലക്കായ ചതയ്ക്കാനും കൂടെ എനിക്ക് മടിയാണ്. അപ്പോൾ നമ്മൾ അതിലിട്ടു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇലയിൽ പരത്തേണ്ട സാധനമാണ്. അതിനും മടിയായപ്പം നേരെ പെട്ടെന്ന് പരിപാടി ചെയ്യാൻ ഒരു പ്രസ് എടുത്തു, അതിൽ പത്തിരി പോലെ പരത്തി നേരെ ഇലയിലേക്ക് വെച്ചു. എന്നിട്ട് നമുക്ക് അതിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മടക്കിയെടുക്കാം. മടിയന്മാരാണ് പൊതുവെ ഇങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ നോക്കണ്ട, നമുക്ക് പക്ഷെ കഴിച്ചാൽ മതിയല്ലോ. അറ്റ്ലാസ്റ്റ് ടേസ്റ്റും ഉണ്ടായാൽ മതി, അത്രയാണല്ലോ. അങ്ങനെ ഇലയൊക്കെ മടക്കി നമുക്ക് ഇത് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലേക്കാണ് വെക്കുന്നത്. നമുക്ക് എന്നിട്ട് അത് ആവി കയറ്റിയെടുക്കാം. അപ്പം നമുക്ക് നല്ല ഇലയട കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരങ്ങളിലൊന്നാണ് കേട്ടോ ഈ ഇലയട. കാര്യം വേറെ ഒന്നല്ല, അതിലും മധുരമുണ്ട്. ഞാനൊരു മധുരപ്രേമിയാണ്. അപ്പം നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കഴിക്കാം. ഇപ്പം ഇതിന് കറക്റ്റ് പാകം എന്താണെന്ന് വെച്ചാൽ ഇലയിൽ നിന്ന് അത് കറക്റ്റായിട്ട് വിട്ട് വരും. അതാണ് ഇലയുടെ എൻ്റെ പാകേ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.